നമ്മളിന്ന് നോക്കാൻ പോകുന്ന ചാപ്റ്റർ ഒറ്റയിലൊരു ജീവിയും. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നോക്കുന്നത് SCERT-യിലെ. ആദ്യത്തെ പോയിന്റാണ്, നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാനായി തിരഞ്ഞെടുക്കുന്നത്. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം, ഫുഡ് വെബ് എന്ന് പറയും. കണ്ടില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നപ്പെട്ട് ജീവിക്കുന്നത്. ഇതൊരു ജാലകം പോലല്ലേ. ഇതിനെയാണ് ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ജീവിയും അവയുടെ ആഹാരങ്ങളും. സ്രാവ് ഭക്ഷിക്കുന്നത് എന്തൊക്കെയാണ്? കണവ, മീനുകൾ, കടലാമ. മത്തി, ചെറുമീനുകൾ, പ്ലവകങ്ങൾ. കടലാമ സസ്യഭാഗങ്ങൾ, മീനുകൾ, ചെറുമീനുകൾ, പ്ലവകങ്ങൾ. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറുസസ്യങ്ങളാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണിവ. മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? സൂര്യപ്രകാശം, ജലസസ്യങ്ങൾ. മത്സ്യത്തിന് നിലനിൽക്കാൻ ആവശ്യമായ ഘടകങ്ങളാണ് സൂര്യപ്രകാശവും ജലസസ്യങ്ങളും. ആവാസം. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിനാവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് വയൽ. മത്സ്യത്തിന് പുറമെ മറ്റു പല ജീവികളുടെയും ആവാസമാണിത്. വയലെന്ന ആവാസത്തെയാണ് പറയുന്നത്. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിനാവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാട്. മത്സ്യത്തിന് പുറമെ മറ്റു പല ജീവികളുടെയും ആവാസമാണിത്. അടുത്തത് ആഹാര ശൃംഖലാജാലാണ് കാണിച്ചിരിക്കുന്നത്. പുല്ല്, പുൽച്ചാടി, കോഴി, കുറുക്കൻ, കടുവ. പുല്ല്, പശു, കടുവ. പുല്ല്, മാന്, കടുവ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ കണ്ണി അവസാനിക്കുന്നത് കടുവയിലാണ്. പുല്ലിൽ തുടങ്ങി അവസാനിക്കുന്നത് കടുവയാണ്. അതുകൊണ്ട് തന്നെ കടുവ സംരക്ഷണത്തിന്റെ പ്രാധാന്യമാണ് ഇവിടെ പറയുന്നത്. ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് കടുവ. ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട്. ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവിവർഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവിവർഗങ്ങൾ ഉണ്ടായെന്ന് വരാം. കടുവയെ പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റു ജീവികൾ അധികമില്ല. അതിനാൽ കടുവയെ പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യമർഹിക്കുന്നു. കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായും സംരക്ഷിക്കപ്പെടുന്നു. കടുവ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജീവിവർഗമാണ്. നമുക്ക് തന്നെ അറിയാം, ഇന്ത്യയിൽ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളുണ്ടല്ലോ. അടുത്ത അധിനിവേശക്കാർ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നു. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല. ആഫ്രിക്കൻ മുഷി എന്ന് പറഞ്ഞ ഒരു അധിനിവേശ മത്സ്യമാണ്. അത് നമ്മുടെ നാടൻ ജലാശയങ്ങളിലുണ്ടെങ്കിൽ നാടൻ മത്സ്യങ്ങളെയൊക്കെ ഭക്ഷിക്കും. അപ്പോൾ ഇതിനെ ഭക്ഷിക്കുന്ന മറ്റ് ജീവജാലങ്ങളില്ല. അതോടെ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ തകരും. നാടൻ മത്സ്യങ്ങളൊക്കെ നാശം സംഭവിക്കും. അപ്പോൾ ഇവ പെറ്റുപെരുകയും ചെയ്യും. അപ്പോൾ അതൊരു ദോഷമാണ്. പിന്നെ ആഹാര ശൃംഖലാജാലമാണ് കാണിച്ചിരിക്കുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടില്ല. പുല്ല്, പുഴു, കോഴി, കുറുക്കൻ, കഴുകൻ. പുല്ല്, അണ്ണാന്, പൂച്ച, കഴുകൻ. പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്. അപ്പോൾ ആദ്യത്തെ കണ്ണി പുല്ലാണ്, ഏറ്റവും അവസാനം വരുന്നത് കഴുകൻ. ഇനി ഇത് ശ്രദ്ധിച്ചോ, ഇത്തരത്തിൽ ആഹാര ശൃംഖലയിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ് ആഹാര ശൃംഖല. ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധം, അതാണ് ആഹാര ശൃംഖല. ഇതൊരു സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയാണ്. പുല്ല്, പുഴു, കോഴി, കുറുക്കൻ, കഴുകൻ. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിന്റെ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നു. ആഹാരം നിർമ്മിക്കാൻ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ്. ഈ പ്രവർത്തനത്തെ പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഇതിന്റെ ഫലമായി ഓക്സിജൻ ഉണ്ടാകുന്നു. ഊർജ്ജം ലഭിക്കാൻ സസ്യങ്ങളുടെ ആഹാര നിർമ്മാണം നടക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണ്. ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകം, അതാണ് ഹരിതകം.
ഇലകളിലെ പച്ച നിറത്തിന് കാരണമായ വർണ്ണകം ഏതാണ്? ഹരിതകം. ഇനി വിവിധ കളറുകളുള്ള ഇലകളെ നമുക്കറിയാം. അപ്പോൾ അതിൽ ചുവപ്പ് നിറം നൽകുന്നത് വർണ്ണക വസ്തുവാണ് ആന്തോസയാനിൻ, ഓറഞ്ച് നിറം നൽകുന്നത് കരോട്ടിൻ, മഞ്ഞ നൽകുന്നത് സാന്തോഫിൽ. അടുത്തത് വാതക വിനിമയം സസ്യങ്ങളിൽ. പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി മറ്റ് അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന മറ്റു വാതകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ആർഗൺ ഉണ്ട്, പിന്നെ മറ്റുള്ളവ. ഈ നൈട്രജനാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അതാണ് ഇവിടെ കൂടുതലായിട്ട് കാണിച്ചിരിക്കുന്നത്, നൈട്രജൻ. പിന്നെ ഓക്സിജൻ വരുന്നു, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, ആർഗൺ, പിന്നെ മറ്റു വാതകങ്ങൾ. സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. ശ്വസന ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ശ്വസന ഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്കും പ്രവേശിക്കുന്നത്. ഇനി മൈക്രോസ്കോപ്പ്. കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം, അതാണ് മൈക്രോസ്കോപ്പ്. ഇലകളിലുള്ള സൂക്ഷ്മ സുഷിരങ്ങൾ, അതിനെയാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്, സ്റ്റൊമാറ്റ. ഇനി സസ്യങ്ങളിൽ പകലും രാത്രി ഉണ്ടാകുന്നതാണ് പറയുന്നത്. പകൽ സമയത്ത് സസ്യങ്ങൾ ഓക്സിജൻ പുറത്തുവിടുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു. രാത്രി കാലങ്ങളിൽ സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു, ഓക്സിജൻ സ്വീകരിക്കുന്നു. ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങൾ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. എപ്പിഫൈറ്റുകൾ എന്ന് പറഞ്ഞാൽ വാസസ്ഥലത്തിന് മാത്രമായിട്ട് ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരത്തിലുള്ളവയാണ് എപ്പിഫൈറ്റുകൾ. അതിനൊരു ഉദാഹരണമാണ് ഓർക്കിഡ്. പിന്നെ വരുന്നതാണ് ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അവയെ പറയുന്ന പേരാണ് അർദ്ധപരാതങ്ങൾ അല്ലെങ്കിൽ സെമി പാരസൈറ്റ്സ്. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാതങ്ങൾ എന്ന് പറയുന്നു. അടുത്തത് ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷകഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷകഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാതങ്ങൾ എന്ന് പറയുന്നു. അതായത് ആതിഥേയ സസ്യത്തിൽ നിന്ന് കംപ്ലീറ്റ് പോഷകഘടകങ്ങൾ വലിച്ചെടുക്കുന്ന അത്തരത്തിലുള്ള സസ്യങ്ങളെയാണ് പൂർണ്ണപരാതങ്ങൾ, ടോട്ടൽ പാരസൈറ്റ് എന്ന് പറയുന്നത്. മൂടില്ലാത്താളി ഒരു ഉദാഹരണമാണ്. ഇനി അവസാനത് പറയുന്നത് പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇത്രയും പോയിന്റ്സ് ആണ് വരുന്നത്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ്. നിങ്ങൾക്ക് ഇതിലൂടെ സമയം ലാഭിക്കാൻ പറ്റും.